നമസ്കാരം. നമസ്കാരം. സലാലെ എങ്ങനെയുണ്ട്? സലാല ഞാൻ വരാത്ത ഏക ഗൾഫ് രാജ്യമാണ് സലാല. വന്നപ്പോ എനിക്ക് മുമ്പ് വരേണ്ടിയിരുന്നു തോന്നുന്നു. ഇത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് സലാല എന്ന് എനിക്ക് തോന്നുന്നു. ചരിത്രമുണ്ട് സലാലയ്ക്ക്. ഇവിടെ സ്വർണത്തെക്കാൾ വില കൂടിയ ഫ്രാങ്കൻസൈസ് എന്ന് പറയുന്ന ഫ്രാങ്കൻസൈസ് എന്ന് പറയുന്ന കുന്തിരിക്കം എന്ന് പറയുന്ന ഒരു അമൂല്യമായ വസ്തു ഏറ്റവും കൂടുതലുള്ള സ്ഥലം ഇതോഫാർക്കിലേക്കാണ്. അത് ഈ പണ്ടത്തെ യമന്റെ ഇതിൽ വരുന്ന ഒരു സ്ഥലം കൂടിയാണല്ലോ. ഒമാനും യമനൊക്കെ കൂടിക്കലർന്ന നിരവധി പ്രവാചകന്മാരുടെ ശവകുടീരങ്ങള്, അവരുടെ ചരിത്രങ്ങള്, ഇതൊക്കെ ഇറങ്ങി കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ടു സ്റ്റഡി. കാരണം ഈ കുന്തിരിക്കത്തിന് രാഷ്ട്രീയം ഉണ്ടെന്നുള്ളത് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. കുന്തിരിക്കത്തിന് വലിയ രാഷ്ട്രീയം ഉണ്ടെന്നുള്ളതാണ് സത്യം. കാരണം ആദ്യത്തെ പെർഫ്യൂം എന്ന് പറയുന്നത് കുന്തിരിക്കാണ്. ജീസസും പ്രവാചകൻ മുഹമ്മദ് നബിയും ഒക്കെ ഉപയോഗിച്ചത്, അന്ന് ഉപയോഗിച്ച പെർഫ്യൂം എന്ന് പറയുന്നത് ഈ കുന്തിരിക്കത്തിൽ നിന്നാണ്. ഈവൻ ഇവിടെ, അതായത് ഗ്രീക്കിന്റെ ചില സഭകളിലൊക്കെ ഗ്രീക്ക് ആ കാലഘട്ടത്തിൽ അവരിത് ഉപയോഗിച്ചിരുന്ന് അവരോട് ആളയക്കുകയും യുദ്ധം ചെയ്യുകയും ഒക്കെ ചെയ്തെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു അമൂല്യമായിട്ടുള്ള ഒരു സമ്പത്തിന്റെ സ്ഥലമാണിത്. ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ടല്ലോ, നിങ്ങൾക്കൊക്കെ ഒന്ന് കാണിച്ചൂടെ? കാരണം എന്താ വെച്ചാൽ കുന്തിരിക്കത്തിന് മാത്രമായിട്ടൊരു മാർക്കറ്റ് ഉണ്ട് ഇവിടെ. കുന്തിരിക്കത്തിന്റെ തോട്ടമുണ്ട് ഇവിടെ, മ്യൂസിയം ഉണ്ട് ഇവിടെ, അതിന്റെ പൊളിറ്റിക്സ് ഉണ്ട് ഇവിടെ. സാറിന്റെ ഒട്ടുമിക്ക പടത്തിലും പ്രവാസത്തെ കുറിച്ച് ചർച്ച ചെയ്യുകയും പ്രവാസത്തെ കുറിച്ചിട്ട് മലയാളികളുടെ ഇടയിൽ ശ്രദ്ധ കൊണ്ടുവരുന്നത്, അതിന് കാരണം എന്താണ്? സാർ ഒരു പ്രവാസിയായതുകൊണ്ടാണ്? എന്റെ പാരമ്പര്യം പ്രവാസമാണ്. സാർ എവിടെയായിരുന്നു? അല്ല, എന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് എന്റെ ഗ്രാൻഡ് ഫാദർ, അമ്മയുടെ അച്ഛൻ 1880 സിലോണിലേക്ക് പോയ 1880 ആണെങ്കിൽ അദ്ദേഹം ഒക്കെ ആദ്യത്തെ പ്രവാസ ഗ്രൂപ്പിൽ വരുന്ന ആളായിരിക്കും എനിക്ക് തോന്നുന്നു. അയാളുടെ മകളുടെ മകനാണ് ഞാൻ. എന്റെ പിതാവ് സിലോണിലായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു പാരമ്പര്യം എനിക്കുണ്ട് ഈ പ്രവാസവുമായിട്ട്. ഞാനും എന്താ പറയാ, ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഞാനും പ്രവാസിയായി. പക്ഷെ എനിക്കിഷ്ടമുള്ള ഒരു ഇതല്ല പ്രവാസം. എനിക്ക് ഗുരുവായൂർ അമ്പലാട്, എൻ്റെ ഗുരുവായൂർ നഗരമൊക്കെ തന്നെയാണ് എൻ്റെ ഏറ്റവും ഇതായിട്ടുള്ളത്. പക്ഷെ നമ്മൾ ആ കാലഘട്ടത്തിൽ പോയത് നന്നായി എന്ന് വിശ്വസിക്കുന്ന ആളാണ്. എൻ്റെ ഇന്ന് വ്യത്യസ്തമായ സിനിമകൾ ഉണ്ടാകാൻ കാരണം ഞാനൊരു പ്രവാസി ആയതുകൊണ്ടാണ്. ഞാൻ ഇത്തരത്തിൽ നിരാകരിക്കപ്പെടാൻ പല ഘട്ടങ്ങളിലും നിരാകരിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റുള്ളവർക്ക് കിട്ടേണ്ട പോലെയുള്ള എല്ലാ ഇതുകളും എനിക്ക് കിട്ടിയിട്ടില്ല. ആനുകൂല്യങ്ങളല്ല, അംഗീകാരങ്ങളൊക്കെ തന്നെ എനിക്ക് നിഷേധിക്കും. അതിന് കാരണവും പ്രവാസമാണ്. അത് ഇപ്പോഴാക്കി മനസ്സിലായത്. പ്രവാസി ആയതുകൊണ്ടാണ്. അല്ല, അത് പ്രവാസത്തിന് അത്തരത്തിലുള്ള ഒരു സ്വഭാവമുണ്ടെന്ന് ഇപ്പൊ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കോയ മുഹമ്മദൊക്കെ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ നമ്മൾ ഈ ലോക കേരള സഭയോടുള്ള എതിർപ്പും മറ്റൊക്കെ കാണുമ്പോൾ പ്രവാസിക്ക് ഇത്തരത്തിലുള്ള ഒരു ഇതുണ്ട്. പ്രത്യേകിച്ച് ഗൾഫ് പ്രവാസികളോട് ഒരു വിരുദ്ധ മനോഭാവം മലയാളികളിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എന്തുകൊണ്ടാണ് മലയാളികൾക്ക് അങ്ങനെ? അത് എന്താ വെച്ചാല് ആ ഒരു ഫ്യൂഡൽ ഇതിനെ എതിർത്ത് വന്ന ആദ്യത്തെ ആളുകൾ പ്രവാസികളാണ്. അവര് പോയിട്ട് വരുന്നത് സമ്പത്തുമായിട്ടാണ്. പുതിയൊരു സമ്പദ്ഘടന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പുതിയ പരിഷ്കാരങ്ങള്, മതേതരമായിട്ടുള്ള ജീവിതം, പട്ടണങ്ങളിൽ കണ്ട ആധുനിക ലോകം, ഇതൊക്കെ ആയിട്ട് തിരിച്ചു വന്നവരാണ്. സിലോണിൽ പോയവരായാലും ശരി, പിന്നെ മലേഷ്യ പോയവരായാലും ബർമയിലൊക്കെ പോയവർ, പിന്നീട് സിംഗപ്പൂർ. ഇവരൊക്കെ വരുന്നത് പുതിയ ആശയങ്ങൾ ഇതായിട്ടാണ്. അങ്ങനെ വന്ന ആളുകളെ അവിടുത്തെ പഴയ ജന്മിമാര് പുച്ഛത്തോടു കൂടിയാണ് കണ്ടത്. സാർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ ജന്മിത്തത്തിനെ തകർത്തത് പ്രവാസമാണ്. ജന്മിത്വം ഉള്ള കാലഘട്ടത്തില്, ജന്മിത്വം അവസാനിക്കുന്ന കാലഘട്ടത്തിലാണ്
20-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിലാണ് പ്രവാസം ശക്തിപ്പെട്ടു വരുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് അത് ശക്തമാകുന്നത്. അതോടുകൂടി കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ തകരാൻ തുടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ പിന്നെ ഈ ഫ്യൂഡൽ സമൂഹത്തിന് തകർച്ച സംഭവിച്ചിരിക്കുന്നു. പക്ഷെ അതിന്റെ ഒരു ദുര്യോഗം എന്ന് വെച്ചാല് ഈ ഫ്യൂഡലിസം തകരുകയും അതുപോലെ തന്നെ മനുഷ്യൻ മറ്റു സ്ഥലങ്ങൾക്ക് ഇടംപോടി പോവുകയും ആധുനിക ചിന്ത എന്ന് പറയുന്ന അല്ലെങ്കിൽ അത്യന്താധുനിക എന്ന് പറയുന്ന സാഹിത്യത്തിലേക്കും സിനിമയിലേക്കൊക്കെ വരുന്ന സാധനങ്ങളും വന്നിരുന്നത് ഈ ഫ്യൂഡലിസത്തിന്റെ തകർച്ചയിലാണ്. അപ്പൊ അതാണ് അതിന്റെ തകർച്ചയും അതിന്റെ ദുരന്തവുമാണ് മലയാളിയുടെ ഏറ്റവും വലിയ ദുഃഖം എന്ന നിലയിലേക്ക് അത് വ്യതിചലിക്കപ്പെട്ടു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ദുരന്തമായത്. അപ്പൊ അതുകൊണ്ട് ഈ ഇവിടുത്തെ ഏറ്റവും വലിയ ദുഃഖം മലയാളിയുടെ ഏറ്റവും വലിയ ദുരന്തവും ഈ പിന്നെ കൂട്ടുകുടുംബ വ്യവസ്ഥയുടെ തകർച്ച, ഫ്യൂഡലിസത്തിന്റെ തകർച്ച, അവരുടെ ദുഃഖങ്ങള്, ഇതൊക്കെയാണ് സിനിമ സാഹിത്യമൊക്കെ ചർച്ച ചെയ്തത് എന്ന്. എന്നാൽ നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ ദുരിതവും കട്ടപ്പാടും അനുഭവിച്ച ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ ജീവിതം ആരും തന്നെ ചർച്ച ചെയ്യുന്നില്ല. മനസ്സിലായില്ലേ? അത് പിന്നെ ചർച്ച ചെയ്യാൻ തയ്യാറായത് CPM ആണ്, കമ്മ്യൂണിസ്റ്റുകാരാണ്. പ്രവാസത്തെ കുറിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത്. ഈ നമ്മളുടെ ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചയോടൊപ്പം തന്നെ തകർച്ചയിൽ വരുന്ന ഈ ദളിത് പിന്നോക്ക വിഭാഗങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടും ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആയിട്ട് കമ്മ്യൂണിസ്റ്റുകാർ കൊണ്ടുവന്നത്. പക്ഷെ ഇവിടുത്തെ സാംസ്കാരിക രംഗം യഥാർത്ഥത്തിൽ ഈ തരത്തിലുള്ള ഒരു ഇതിലാണ്, ഈ ഫ്യൂഡലിസത്തിന്റെ തകർച്ചയിലാണ് അത്യന്താധുനികതയെയും ഒക്കെ കൊടുന്നിരുത്തിയത് എന്നുള്ളതാണ്. അപ്പൊ അവര് മറ്റത് കാണാതെ പോയി. അതുകൊണ്ട് അവരുടെ ജീവിതം ഒന്നും തന്നെ നമ്മളെ സിനിമകളിലേ ഇല്ല, വളരെ കുറവായി പോയി എന്നുള്ളത്. മലയാളികൾ പ്രവാസികളോടുള്ള വിമുഖത കൊണ്ടാണ് ഏറ്റവും കൂടുതൽ. ഞാൻ അഭിമുഖത്തിൽ തുടക്കത്തിൽ പറഞ്ഞ പോലെ 2000-ഓളം എപ്പിസോഡ് കഴിഞ്ഞ പ്രവാസ ലോകത്തിന് ഗവൺമെന്റ് തലത്തിലോ അല്ലെങ്കിൽ മറ്റു തലത്തിലോ ഒരു അംഗീകാരം ഇതുവരെ ലഭിച്ചിട്ടില്ല. അത് കിട്ടില്ല, അതൊന്നും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടൊന്നും ചെയ്ത പരിപാടിയല്ല. അതൊന്നും ഈ പിന്നെ അവാർഡുകൾ എന്ന് പറയുന്നത്, ഞാൻ പല അവാർഡ് കമ്മിറ്റിയിലും ഇരുന്നുള്ള ആളാണ്. അവാർഡുകൾ എന്നൊക്കെ പറഞ്ഞത് ഒരു യാദൃച്ഛികതയാണ്, മനസ്സിലായില്ലേ? അതൊന്നും മുഴുവൻ വാല്യൂ വെച്ചിട്ടോ ഇതൊന്നല്ല. കാലമാണ് തീരുമാനിക്കുക, ഒരു അവാർഡും അല്ല. കാലം തീരുമാനിക്കും നിങ്ങളുടെ സൃഷ്ടി നിലനിൽക്കുന്നതാണോ അല്ലേ എന്നുള്ളത്. മഹാഭാരതത്തിന് എന്ത് അവാർഡ് കൊടുത്തിട്ടാണോ നിലനിൽക്കുന്നത്? എന്ത് അവാർഡ് അതിന് കിട്ടിയിട്ടുള്ളത്? അത് ഇന്നും വായിക്കുന്നുണ്ടെങ്കിൽ അതിന് വായനാസുഖമുണ്ട്, അതിൽ ജീവിതമുണ്ട്, അതിൽ നമുക്ക് അന്വേഷിക്കേണ്ട പലതും ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയല്ലേ അത് വായിക്കുന്നത്. ഖുർആൻ എന്തുകൊണ്ടാണ് അത് വായിക്കാൻ, ബൈബിൾ എന്തുകൊണ്ടാണ് വായിക്കുന്നത്? അല്ലെങ്കിൽ എത്രയോ മഹത്തായ കൃതികള്. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, മലയാളത്തിൽ തന്നെ വൈക്കം മുഹമ്മദ് ബഷീറിന് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയില്ലാത്ത എനിക്കറിയോ? അറിയോ? അദ്ദേഹത്തിന് കൊടുത്തില്ല. അദ്ദേഹത്തിന്റെ നല്ല ഗംഭീര പുസ്തകങ്ങൾ പാത്തുമാല ഇറങ്ങുമ്പോഴൊക്കെ ഇവിടെ സാഹിത്യ അക്കാദമി അവാർഡ് ഉണ്ട്. അതൊക്കെ അങ്ങനെയാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുമ്പോൾ പ്രശ്നമാണ്. ഇപ്പൊ ഇവിടെ ചർച്ച ചെയ്യാൻ പറ്റിയ സലാലയുടെ ഒരു എപ്പിസോഡിൽ ചർച്ച ചെയ്യാൻ പറ്റിയ ഒരു വിഷയമാണ് എനിക്ക് തോന്നല്ല. ഞാൻ അവിടെ അതിലേക്ക് ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നില്ല. നമ്മൾ ഇതുവരെ PT കുറിച്ചിട്ട് മാത്രമാണ് അറിഞ്ഞത്. PT-യുടെ ഫാമിലി കൂടെ സലാലുണ്ട്, അവരെ കൂടി ഒന്ന് നമുക്ക് പരിചയപ്പെടാം. ആയിക്കോട്ടെ. ഒന്ന് പരിചയപ്പെടുത്തും. കുടുംബം എന്റെ മകളുടെ ഭർത്താവാണ് ഡോക്ടർ ആരിഫ്, ഇവിടുത്തെ സുൽത്താൻ കാബൂസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഡോക്ടറായിട്ട് ENT. എന്റെ മകന്റെ 2 മക്കളാണ് ഇത്. സാൻ ഫർദീൻ എന്ന് പറഞ്ഞ 2 പേര്. എന്റെ വൈഫ് ഐഷാബി എന്ന് പറയുന്നത്. ഇത് എന്റെ മകളുടെ മകള് അഖില.
ഇത് അഭിയ, ഇതെന്റെ മകള് രജത, ഇത് രഞ്ജിത്, ഇത് സഞ്ജന മകൻ. അവൻ IT എഞ്ചിനീയറാണ്. സഞ്ജന അവളും എഞ്ചിനീയറാണ്. ഇദ്ദേഹം ഒരു പ്രവാസിയാണല്ലേ? ഇവര് രണ്ടുപേരും ഇവരെല്ലാരും പ്രവാസികളാണ്. ഞാനും എന്റെ ഭാര്യ വെച്ചിട്ട് പ്രവാസികളല്ല, എല്ലാവരും പ്രവാസികൾ. ഇവരുടെ രണ്ടാളെ പേര് ഭയങ്കര പ്രശ്നമായതാണ് തെരഞ്ഞെടുപ്പില്. രജത രഞ്ജിത്ത് എന്ന് പറഞ്ഞിട്ട് പേരിട്ടത് കൊണ്ട് ആ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പ്രയോഗിക്കപ്പെട്ട 2 പേരുകളാണ്. അതായത് എനിക്ക് വിമർശനമായിട്ട് എനിക്കെതിരെ ഉപയോഗിക്കപ്പെട്ട 2 പേരുകളാണ് എന്റെ മക്കളുടെ പേര്. എന്നിട്ടും ഞാൻ ജയിച്ചു എന്നുള്ളതാണ് അവിടുത്തെ രസകരമായത്. ഇവരൊക്കെ പഠിക്കുന്നവരും പഠിപ്പുള്ളവരും ഒക്കെ അത്യാവശ്യം വിദ്യാഭ്യാസമുള്ളവരൊക്കെ തന്നെയാണ്. ഇവര് MA പാസ്സായി, ഇംഗ്ലീഷിൽ പാസ്സായിട്ടുണ്ട്. ഇവര് പ്രത്യേകമായിട്ട് വാല്യുവേഷനിൽ പ്രത്യേകമായിട്ടുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ട് അവർക്ക്. ഇവരിപ്പോ +2. ഒന്നിച്ചിട്ട് ആദ്യമായിട്ടാണ്. പറയൂ. അപ്പൊ നമ്മൾക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ചതിന് വളരെ ഓക്കെ, താങ്ക് യു.